സ്ഥൂല ശരീരത്തെ വെച്ചിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല താനോട് ഞാൻ പറഞ്ഞത് എന്നെ ഉണ്ടാക്കാൻ എന്ന് പച്ചയായി പുറമേ പറയാം. ആ പറഞ്ഞു കഴിഞ്ഞ മകന് അച്ഛൻ്റെ കാലൊന്ന് മുട്ടുമ്പോൾ ആ പറഞ്ഞതൊന്ന് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കുക. അപ്പം സ്ഥൂലമായി അവൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് അവൻ പറഞ്ഞ വാക്കും അവൻ്റെ ഏകാന്തതയുടെ തടവറയ്ക്കുള്ളിൽ ആ വാക്ക് തന്നെ അവനിൽ ഉണർത്തുന്ന അഗാധമായ ദുഃഖവും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വെളിവോടെ മാഷൊന്നപഗ്രഥിച്ചാൽ ബോധ്യമാവും അവൻ്റെ ആപ്ലിക്കേഷനാണ് അവനെ വേദനിപ്പിക്കുന്നത്. വൺ വേ ആണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വൺ വേ, അവിടുന്ന് ഇങ്ങോട്ടുള്ളത് വൺ വേ. അച്ഛൻ ചിന്തിക്കേണ്ടത് എൻ്റെ ആഗ്രഹത്തിലാണ് മകൻ ജനിച്ചത്, എനിക്ക് അവനോട് കടമകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് യാതൊരു അവകാശവും എൻ്റെ മേലില്ല. മകൻ ചിന്തിക്കേണ്ടത് എൻ്റെ ആവശ്യത്തിനാണ് ആ അച്ഛനിൽ ഞാൻ ജനിച്ചത്, എനിക്കങ്ങോട്ട് കടമയേ ഉള്ളൂ, യാതൊരു അവകാശവുമില്ല. ഇറ്റ് ഈസ് വൺ വേ ട്രാഫിക്, ടു വേ ഇല്ല. മകന് അച്ഛൻ്റെ തലം ചിന്തിക്കാനോ അച്ഛന് മകൻ്റെ തലം ചിന്തിക്കാനോ അവകാശമില്ല. ദ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഈസ് വെരി ക്ലിയർ. പ്രിയപ്പെട്ട അച്ഛ, അവിടുത്തെ ബീജത്തിൽ ഞാൻ കുടികൊണ്ടു, അവിടുന്ന് അത് ഉത്തമമായ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രിയ പിതാവേ, അവിടുന്ന് ഈ ഭൂമി കാണാൻ എന്നെ അനുവദിച്ചു. എൻ്റെ അംഗങ്ങൾക്ക് സൗഷ്ഠവം നൽകുമാറ് അങ്ങയുടെ ബീജഭാഗവും അമ്മയുടെ ബീജഭാഗവും അവയവങ്ങളും സുദൃഢങ്ങളായിരുന്നതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പരിപോഷിതങ്ങളായി. ഈ ഭൂമി കാണാനും എൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അവിടുന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരയണമേ. അത് പൂർത്തീകരിച്ച് എൻ്റെ ഈ ജന്മത്തെ പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ കർമ്മശരീരവും തേടി അലഞ്ഞു നടക്കുന്നൊരു വേളയിൽ എനിക്ക് ഈ ഭൂമിയിൽ ഓടി നടക്കുവാൻ ഒരു കർമ്മശരീരത്തെ ഉണ്ടാക്കിത്തന്ന് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ എൻ്റെ കർമ്മശരീരത്തിലൂടെ തീർക്കുവാൻ ഇടയാക്കിയ അവിടുത്തെ എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത്? ഇതെന്നിലെ പുത്രൻ. പ്രിയപുത്ര, എൻ്റെ കർമ്മകോടരങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ നാനാവിധങ്ങളായ പാപസഞ്ചയങ്ങൾ ഒരുക്കുന്ന പുത്തെന്ന നരകത്തിലേക്ക് എന്നെ നയിക്കുവാൻ എൻ്റെ ബോധസത്തയിൽ അമകിങ്കരന്മാർ കടന്നെത്തുമ്പോൾ ആ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ ത്രാണിയുള്ളവനായി ജനിച്ച പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനായി എന്നെ രക്ഷിക്കുന്നവനായി ജനിച്ച അവിടുത്തോട് ഈ പിതാവ് എന്തെല്ലാമാണോ കർത്തവ്യമായി കർമ്മമായി ചെയ്യാനിരിക്കുന്നത് അവയൊക്കെ സ്വച്ഛന്തമായും സുഭഗമായും ചെയ്ത് എന്നെ എൻ്റെ ധാമങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കും വിധം നീ ഉത്തമനായി എന്നോടൊപ്പം ഇരിക്കണമേ എന്ന് പിതാവിൻ്റെ പ്രാർത്ഥന. ദാർശനിക സവിശേഷതയുള്ള ഈ ലോകങ്ങളിൽ ഓരോ പിതാവിൻ്റെയും ഓരോ പുത്രൻ്റെയും ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിൻ്റെയും ഓരോ പുത്രൻ്റെയും ഓരോ പുത്രിയുടെയും ഓരോ ഗുരുവിൻ്റെയും ഓരോ ശിഷ്യൻ്റെയും എന്നു വേണ്ട, നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ ഈ ഭൂമിയിൽ കിടന്നു നിൽക്കുന്നുവോ ആ ഭാവഹാവാദികളിലെല്ലാം നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായി കുറിച്ചിരിക്കുന്നിടത്ത് അവകാശങ്ങൾ കൊണ്ടതിനെ മറക്കാതെ, അവകാശങ്ങൾ കൊണ്ടതിനെ വിഷലിപ്തമാക്കാതെ, അവകാശങ്ങളിൽ ചേർത്തുവെച്ച് വിസ്മൃതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ അനന്താനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാനവചേതനയെ അടുപ്പിക്കുവാൻ പാകത്തിന് തൻ്റെ കർത്തവ്യ കർമ്മങ്ങളുടെ സോപാനത്തിലൂടെ സ്വച്ഛന്തം സഞ്ചരിക്കുവാൻ ഇടയാക്കിയ പ്രകൃതിയോട്, ഇടയാക്കിയ ചുറ്റുപാടുകളോട്, ഇടയാക്കിയ മനുഷ്യരോട്, ഇടയാക്കിയ ജീവജാലങ്ങളോട് എല്ലാമുള്ള എൻ്റെ കടമ ഭംഗിയായി സ്വച്ഛന്തമായി നിർവഹിച്ച് എൻ്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഈ ശരീരത്തെ പൂർണ്ണബോധത്തോടുകൂടി ഈ ഭൂമിയിൽ നിക്ഷേപിച്ച് അതിലെ പഞ്ചഭൂതമയമായിരിക്കുന്ന പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും എപ്രകാരമാണോ എൻ്റെ ശരീരസ്ഥിതിക്ക് വേണ്ടി ഞാൻ യോജിപ്പിച്ചെടുത്തത്, എത്ര കാഴ്ചയോടെ, എത്ര കാഴ്ചയില്ലാതെ, എത്ര കേൾവിയോടെ, എത്ര കേൾവിയില്ലാതെ, എത്ര കൈകളോടെ, എത്ര കൈയില്ലാതെ, എൻ്റെ നിരൂപണത്തിനും എൻ്റെ രീതിക്കും അനുസരിച്ച് ഞാൻ രൂപീകരിച്ച ഈ വസ്തുക്കളെ ഓരോന്നിനെയും എൻ്റെ ബോധത്തിൽ തന്നെ വിരിച്ച്
ഞാൻ തന്നെ ഇവിടെ വിട്ട് എൻ്റെ സോപാനത്തിലേക്ക് പോകാൻ. അതിനുള്ളതാണ് എനിക്ക് ഭൂമി. എന്നെക്കാൾ മനോഹരമായി വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഇത് ഭംഗിയായി ചെയ്യുമ്പോൾ മാനവനെന്ന നാമമുള്ള ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും സർജീകരിക്കുകയും സർജനം ചെയ്യുകയും ഇതിൻ്റെ സ്ഥിതിയെ അന്തക്ഷോഭങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീച്ച, നീ എത്ര ജനിച്ചു, എന്തേ ഇനിയും മോക്ഷത്തിലെത്തിയില്ല എന്നോട് എൻ്റെ അന്തരംഗം തന്നെ ചോദിച്ചേക്കും. ഈയൊരു ധാരണ അത് രാഗത്തിനും ദ്വേഷത്തിനും ഉള്ളതല്ല, പ്രിയത്തിനും അപ്രിയത്തിനുമുള്ളതല്ല. പ്രിയത്തിൻ്റെയും അപ്രിയത്തിൻ്റെയും മധ്യബിന്ദുവിൽ, രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും മധ്യബിന്ദുവിൽ, നന്മയുടെയും തിന്മയുടെയും മധ്യബിന്ദുവിൽ, ഋതത്തിൻ്റെയും അനൃതത്തിൻ്റെയും മധ്യബിന്ദുവിൽ, ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും മധ്യബിന്ദുവിൽ അവയൊന്നുമല്ലാത്ത സുതാര്യമായൊരു രേഖയുണ്ട്. തുല്യ പ്രിയാപ്രിയമായ, തുല്യ നിന്ദാസ്തുതിയായ, തുല്യ മാനാപമാനത്തോടുകൂടിയ ശക്തമായൊരു രേഖ. അതാണ് അന്തരംഗ സാധനയുടെ രേഖ.